തിരുവനന്തപുരം കോർപ്പറേഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ശുദ്ധീകരണ കലശത്തിനാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. വി കെ പ്രശാന്ത് എന്ന മേയർ ബ്രോ ഇമേജിന് പിന്നിൽ ഒളിപ്പിച്ചു വെച്ച CPM-ന്റെ ഭരണപരമായ അനാസ്ഥയും സ്വജനപക്ഷപാതവും ഒന്നൊന്നായി പുറത്തു വരികയുമാണ്. ഒരു വാർഡ് കൗൺസിലർക്ക് സ്വന്തം വാർഡിൽ ഇരിക്കാൻ ഇടമില്ലാത്ത അവസ്ഥയുണ്ടാക്കിയ CPM തന്ത്രം വാസ്തവത്തിൽ പൊതുമുതൽ സ്വന്തം തറവാട്ട് സ്വത്തായി കൈവശം വെക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ്. ശ്രീലേഖ എന്ന കൗൺസിലറുടെ നീക്കം കേവലം ഒരു മുറിക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് കോർപ്പറേഷന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ തുച്ഛമായ വാടകയ്ക്ക് സ്വന്തക്കാർക്ക് വീതം വെച്ച് നൽകിയ ഇടത് മാഫിയക്കെതിരെയുള്ള യുദ്ധ പ്രഖ്യാപനമാണ്. CPM-ന്റെ താവളമായി മാറിയ കോർപ്പറേഷൻ കെട്ടിടങ്ങൾ തിരുവനന്തപുരം നഗരത്തിലെ പല പ്രൈം ലൊക്കേഷനുകളിലും കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ നാമമാത്രമായ വാടകയ്ക്കാണ് നൽകുന്നത്. അതായത് വെറും 250 രൂപ മുതൽ 800 രൂപ വരെ CPM അനുഭാവികളും ഇടനിലക്കാരും കൈവശം വെച്ചിരിക്കുകയാണിത്. ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് നിർമ്മിച്ച ഈ കെട്ടിടങ്ങൾ പാർട്ടി ഓഫീസുകളായും അനുബന്ധ സ്ഥാപനങ്ങളായും മാറ്റിയെടുക്കുന്ന രീതിയാണ് കാലങ്ങളായി നടന്നു വരുന്നത്. അതായത് ഒരു അവിശുദ്ധ കൈമാറ്റം എന്ന് പറയാം. കടമുറികളും കെട്ടിടങ്ങളും കോർപ്പറേഷനിൽ നിന്നും വാടകയ്ക്ക് എടുക്കുന്നത് ഒരു വ്യക്തിയാണെങ്കിൽ അത് മറച്ചു നൽകി ലക്ഷങ്ങൾ കൈമടക്ക് വാങ്ങുന്ന വൻ മാഫിയ സംഘം തന്നെ നഗരത്തിൽ സജീവമാണ്. നികുതി പിരിക്കാൻ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഭരണകൂടം സ്വന്തം പാർട്ടിക്കാർ ലക്ഷക്കണക്കിന് രൂപ വാടക കുടിശ്ശിക വരുത്തുമ്പോൾ കണ്ണടച്ചിരുട്ടാക്കുകയാണ്. പല കെട്ടിടങ്ങളും ആരുടെ കൈവശമാണെന്നോ കരാർ പുതുക്കിയിട്ടുണ്ടോ എന്നോ അങ്ങനെയുള്ള വ്യക്തമായ രേഖകൾ പോലും സൂക്ഷിക്കാത്ത അവസ്ഥയാണ് കഴിഞ്ഞ ഇടത് ഭരണ സമിതികൾ വരുത്തി വെച്ചിട്ടുള്ളത്. വട്ടിയൂർക്കാവ് MLA വി കെ പ്രശാന്ത് ഒരു കാലത്ത് ഇതേ കോർപ്പറേഷന്റെ മേയറായിരുന്നു. നിയമങ്ങളും ചട്ടങ്ങളും കൃത്യമായി അറിയാവുന്ന അദ്ദേഹം ഒരു കൗൺസിലറുടെ ന്യായമായ ആവശ്യത്തെ പുച്ഛിച്ചു തള്ളുന്നത് അധികാര ഗർവിന്റെ അങ്ങേ തലക്കിലാണ്. 300 സ്ക്വയർ ഫീറ്റ് വരുന്ന ഓഫീസ് മുറിക്ക് വെറും 832 രൂപ മാത്രമാണ് വാടക നൽകുന്നത് എന്നത് തന്നെ ഒരു അത്ഭുതമല്ലേ? സാധാരണക്കാരന് ഒരു ചെറിയ പെട്ടിക്കട നടത്താൻ പോലും ആയിരങ്ങൾ വാടക നൽകേണ്ടി വരുമ്പോഴാണ് ഈ ജനകീയ MLA സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത്. ഒരു സ്ത്രീ കൂടിയായ വാർഡ് കൗൺസിലർ തന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അറിയിച്ചപ്പോ അത് പരിഗണിക്കുന്നതിന് പകരം രാഷ്ട്രീയമായി നേരിടാനാണ് MLA ശ്രമിച്ചത്. കാലാവധി കഴിയാതെ ഇറങ്ങില്ലെന്ന കടുംപിടുത്തം കോർപ്പറേഷൻ കെട്ടിടങ്ങൾ തങ്ങളുടെ കുടുംബസ്വത്താണെന്ന CPM-ന്റെ ധാർഷ്ട്യമാണ് തെളിയിക്കുന്നത്. കൗൺസിലർ ശ്രീലേഖ നടത്തിയ ഇടപെടൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP ഭരണസമിതിയുടെ നിശ്ചയദാർഢ്യമാണ് കാണിക്കുന്നത്. ആരെയും ഭയപ്പെടാതെ സത്യസന്ധമായി കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ശ്രീലേഖയ്ക്ക് പിന്നിൽ നഗരത്തിലെ മുഴുവൻ ജനങ്ങളുമുണ്ട്. ഈ ചെറിയ തർക്കത്തിലൂടെ പുറത്തു വന്നത് ഏതായാലും കോർപ്പറേഷനിലെ വൻ അഴിമതിയുടെ മഞ്ഞുമലയാണ്. ഇത് തിരിച്ചറിഞ്ഞ മേയർ VV രാജേഷ് സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവിട്ടത് അഭിനന്ദനാർഹവുമാണ്. മാസങ്ങളോളം വാടക നൽകാതെയും നിയമവിരുദ്ധമായും കെട്ടിടങ്ങൾ കൈവശം വെച്ചിരിക്കുന്നവരെ ഒഴിപ്പിക്കാൻ കാണിക്കുന്ന ഈ ആർജവം BJP ഭരണത്തിന് കീഴിൽ തിരുവനന്തപുരം മാറുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ഓർക്കണം, ഭരണത്തിൽ കയറിയിട്ട് ദിവസങ്ങൾ മാത്രമാകുമ്പോഴാണ് ഇത്രയും വലിയ മാറ്റം കൊണ്ടുവരുന്നത്. CPM-ന്റെ അഴിമതി സാമ്രാജ്യം തകരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ കാലങ്ങളായി തുടരുന്ന കയ്യെട്ട് വാരിയുള്ള ഭരണം അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വി കെ പ്രശാന്തിനെ പോലെയുള്ള നേതാക്കൾ തങ്ങളുടെ പദവി ഉപയോഗിച്ച് അനർഹമായ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുമ്പോൾ പാവപ്പെട്ട കച്ചവടക്കാർ വഴിയോരങ്ങളിൽ ബുദ്ധിമുട്ടുകയാണ്. BJP ഭരണസമിതി ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. എല്ലാ കോർപ്പറേഷൻ കെട്ടിടങ്ങളുടെയും വാടക കരാറുകൾ പുനഃപരിശോധിക്കുക, അനധികൃതമായി കൈമാറിയ കടമുറികൾ തിരിച്ചു പിടിക്കുക, മാർക്കറ്റ് റേറ്റിനനുസരിച്ചുള്ള വാടക നിശ്ചയിച്ച് വരുമാനം വർദ്ധിപ്പിക്കുക. ഈ നടപടികൾ CPM-നെ വിരളി പിടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് തദ്ദേശ മന്ത്രി MP രാജേഷും കടകംപള്ളി സുരേന്ദ്രനും ഈ വിഷയത്തിൽ അനാവശ്യമായി ഇടപെടുന്നത്. അവർക്ക് പൊള്ളുകയാണ് അവരുടെ അഴിമതി കഥകൾ പുറത്തു വന്നതിൽ. തങ്ങളുടെ അഴിമതികൾ ഓരോന്നായി പുറത്തു വരുമെന്ന ഭയമാണ് അവർ നയിക്കുന്നത്. ജനങ്ങളുടെ കണ്ണു തുറപ്പിക്കേണ്ട വസ്തുതകൾക്ക് തിരുവനന്തപുരത്തെ ജനങ്ങൾ ഇത് കാണാതെ പോകരുത്. നിങ്ങളുടെ നികുതിപ്പണം കൊണ്ട് കെട്ടിപ്പൊക്കിയ കെട്ടിടങ്ങൾ വെറും 250 രൂപയ്ക്കൊക്കെ വാടകയ്ക്ക് കൊടുത്ത് ലക്ഷങ്ങൾ പാർട്ടി ഫണ്ടിലേക്ക് മാറ്റുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നിലനിന്നിരുന്നത്. ഇതിനെ ചോദ്യം ചെയ്ത് ശ്രീലേഖയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് ജനാധിപത്യ വിരുദ്ധവുമാണ്. അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് നൽകിയ പരാതിയിൽ പറയുന്നത് പോലെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും രഹസ്യ കരാറുകളിലൂടെയുമാണ് ഈ ഓഫീസുകൾ നേടിയെടുത്തിരിക്കുന്നത്. ഒരു MLA-ക്ക് ഓഫീസ് സൗകര്യം സർക്കാർ നൽകുന്നുണ്ട് എന്നിരിക്കെ എന്തിനു വേണ്ടിയാണ് അദ്ദേഹം കോർപ്പറേഷന്റെ ചെറിയൊരു കെട്ടിടത്തിന് വേണ്ടി വാശി പിടിക്കുന്നത്? മറുപടി വ്യക്തമാണ്, ആധിപത്യം ഉറപ്പിക്കുക എന്നത് തന്നെ. CPM-ന്റെ പരാജയ ഭരണത്തിന്റെയും അഴിമതിയുടെയും സ്മാരകങ്ങളായി മാറിയ ഈ കെട്ടിടങ്ങളെ മോചിപ്പിക്കേണ്ടത് ഓരോ തിരുവനന്തപുരം നിവാസിയുടെയും ആവശ്യമാണ്. ശ്രീലേഖയുടെ ധീരമായ നിലപാട് ഒരു തുടക്കം മാത്രമാണ്. BJP ഭരണസമിതി നടത്തുന്ന ഈ അന്വേഷണം അവസാനിക്കുന്നത് CPM-ന്റെ വമ്പൻ സ്രാവുകളുടെ അഴിമതി കഥകൾ പുറത്തു വിട്ടുകൊണ്ടായിരിക്കും. വി കെ പ്രശാന്ത് MLA-യും കൂട്ടരും ഒന്ന് ഓർക്കണം, ഇത് പഴയ കോർപ്പറേഷൻ അല്ല,
ഇവിടെ ചോദ്യം ചെയ്യാൻ ആളുണ്ട്, നീതി നടപ്പിലാക്കാൻ കരുത്തുള്ള ഒരു ഭരണസമിതിയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ കൊടുങ്കൊള്ളയ്ക്ക് അറുതി വരുത്താൻ BJPയുടെ കരുത്തുറ്റ ഭരണസമിതി തയ്യാറെടുക്കുമ്പോൾ കേരളം ഉറ്റുനോക്കുന്നത് വലിയൊരു ശുദ്ധീകരണത്തിനാണ്. CPMന്റെ അഴിമതി ഭരണത്തിന്റെ ആഴം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കയ്യാളിയിരുന്ന കാലം അത്രയും CPM ചെയ്തത് നഗരത്തിലെ വിലപിടിപ്പുള്ള വസ്തുവകകൾ തങ്ങളുടെ പാർട്ടിക്കാർക്കും അനുഭാവികൾക്കും തുച്ഛമായ നിരക്കിൽ വീതം വെച്ച് നൽകുക എന്നതായിരുന്നു. ശ്രീലേഖയുടെ ഇടപെടലിലൂടെ വെളിച്ചത്ത് വന്നത് മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രമാണ്. ഇനിയും വരാനിരിക്കുന്നു ഒരു വലിയ മല തന്നെ. കോർപ്പറേഷനിൽ നിന്നും വെറും 250 രൂപയോ 500 രൂപയോ വാടകയ്ക്ക് കെട്ടിടങ്ങൾ എടുക്കുന്ന ഇടനിലക്കാർ അത് സ്വകാര്യ വ്യക്തികൾക്ക് ലക്ഷങ്ങൾ കൈമടക്ക് വാങ്ങിച്ച് മറച്ച് വാടകയ്ക്ക് നൽകുന്ന വൻ റാക്കറ്റ് തന്നെ ഇവിടെ സജീവമാണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പിന്നെ പകുതിയിലധികം കെട്ടിടങ്ങൾക്കും നിലവിൽ കൃത്യമായ കരാറുകളില്ല. വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ കരാറിന്റെ മറവിൽ തലമുറകളായി പലരും ഈ കടമുറികൾ കൈവശം വെച്ച് വരികയാണ്. ഇതിന് കൂട്ടുനിൽക്കുന്നതാകട്ടെ ഭരണ സ്വാധീനമുള്ള CPM നേതാക്കളും. എന്തൊരവസ്ഥയാണ്! ഇവിടെ സാധാരണക്കാരന് ഒന്ന് ശ്വാസം വലിക്കാൻ പോലും ആകുന്നില്ല. കോർപ്പറേഷന് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപയുടെ വാടക വരുമാനമാണ് ഈ വഴിക്ക് പോകുന്നത്. സ്വന്തം പാർട്ടി ഓഫീസുകൾക്കും പോഷക സംഘടനകൾക്കും കെട്ടിടം നൽകാൻ കാണിക്കുന്ന താല്പര്യം നഗര വികസനത്തിന് ഫണ്ട് കണ്ടെത്തുന്നതിൽ CPM കാണിക്കുന്നില്ല. ഇത്രയും കൊല്ലം ഭരിച്ചിട്ടും തിരുവനന്തപുരം നശിപ്പിക്കുകയല്ലാതെ എന്താണ് ചെയ്തിട്ടുള്ളത്? മുൻ മേയർ കൂടിയായ VK പ്രശാന്ത് MLAയുടെ നിലപാടുകൾ തികച്ചും പ്രതിഷേധാർഹമാണ്. ഒരു വാർഡ് കൗൺസിലർക്ക് സ്വന്തം വാർഡിൽ ജനങ്ങളെ കാണാൻ ഒരിടമില്ലാതെ വരുമ്പോ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കേണ്ടതിന് പകരം ഒഴിയില്ല എന്ന് വാശി പിടിക്കുന്നത് അധികാരമോഹത്തിന്റെ, അഹങ്കാരത്തിന്റെ, ആ ഗർവിന്റെ അങ്ങേ തലക്കിലാണ്. 300 സ്ക്വയർ ഫീറ്റ് റൂമിന് 832 രൂപ മാത്രം വാടക നൽകുന്നത് തന്നെ നിയമവിരുദ്ധമായ ഇളവാണല്ലോ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷും കടകംപള്ളി സുരേന്ദ്രനും ഈ അഴിമതിയെ സംരക്ഷിക്കാൻ രംഗത്തെത്തിയത് CPMന്റെ ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അഴിമതിയുടെ കെട്ടുകൾ അഴിഞ്ഞു തുടങ്ങിയാൽ പല വമ്പൻ സ്രാവുകളും കുടുങ്ങുമെന്ന് അവർക്കറിയാം. BJPയുടെ സുതാര്യമായ ഭരണവും ശുദ്ധീകരണ കലശവും തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഭരണസമിതി അധികാരത്തിൽ വന്നതോടെ കാര്യങ്ങൾ എന്തായാലും മാറി മറഞ്ഞിരിക്കുകയാണ്. മേയർ VV രാജേഷ് പ്രഖ്യാപിച്ച സമഗ്ര അന്വേഷണം CPMന്റെ ഉറക്കം എന്തായാലും കെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇതുവഴി എല്ലാ വാടക കരാറുകളും പരിശോധിക്കാനും കൃത്യമായ രേഖകളില്ലാത്തവരെ ഒഴിപ്പിക്കാനും മേയർ നിർദ്ദേശം നൽകി കഴിഞ്ഞു. രാഷ്ട്രീയ വിവേചനമില്ലാതെ കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ള തീരുമാനം കോർപ്പറേഷന്റെ സാമ്പത്തിക നില എന്തു തന്നെ ആയാലും മെച്ചപ്പെടുത്തും. BJP ഓഫർ ചെയ്ത സുതാര്യമായുള്ള ഭരണത്തിനുള്ള തുടക്കം ഇവിടെ കുറിക്കുകയാണ്. മുൻ ഭരണസമിതികൾ നടത്തിയ അവിശുദ്ധ ഇടപാടുകൾ ഓരോന്നായി വിജിലൻസിന് കൈമാറാനാണ് പുതിയ ഭരണസമിതിയുടെ തീരുമാനം. രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വവും പുതിയ രാഷ്ട്രീയ ദിശയും ഈ ഭരണപരമായ മാറ്റങ്ങൾക്കെല്ലാം പിന്നിൽ BJP സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടായ ക്രിയാത്മകമായ മാറ്റങ്ങളുമുണ്ട്. അതിനെക്കുറിച്ചും പറയാതെ നമുക്കിത് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. വിശേഷിച്ചും രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള പുത്തൻ രാഷ്ട്രീയ ശൈലി കേരളത്തിലെ BJPക്ക് നൽകിയിരിക്കുന്നത് ഒരു പ്രൊഫഷണൽ മുഖമാണ്. വികസനത്തെയും സുതാര്യതയെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കാഴ്ചപ്പാട് തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങളിൽ കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. പഴയകാല രാഷ്ട്രീയ ഗുണ്ടായുസത്തിന് പകരം ഡാറ്റ അധിഷ്ഠിതവും അഴിമതിരഹിതവുമായ ഒരു ഭരണ സംസ്കാരം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രത്തിൽ നടപ്പിലാക്കിയ മിനിമം ഗവൺമെന്റ് മാക്സിമം ഗവേണൻസ് എന്ന നയം ഇന്ന് തലസ്ഥാന നഗരിയിലും ചർച്ചയാവുകയാണ്. ഒരു MLAക്ക് വേണ്ടി നിയമങ്ങൾ കാറ്റിൽ പറത്തുന്ന പഴയ ശൈലിയൊക്കെ പണ്ടേ മാറി. സാധാരണക്കാരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുള്ള പുതിയ കാലത്തിലേക്കാണ് തിരുവനന്തപുരം മാറുന്നത്. രാജീവ് ചന്ദ്രശേഖർ നൽകുന്ന കരുത്തുറ്റ പിന്തുണ BJP കൗൺസിലർമാർക്ക് വലിയ ആത്മവിശ്വാസവുമാണ് നൽകുന്നത്. ഇത് കേവലം BJPയുടെ വളർച്ചയല്ല, മറിച്ച് തലസ്ഥാനത്തിന്റെ ശാപമായിരുന്ന അഴിമതി മാഫിയയുടെ തകർച്ചയാണ്. ജനങ്ങളോടൊരു വാക്ക്, തിരുവനന്തപുരത്തെ പ്രബുദ്ധരായ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമാണ്. അതായത് ഇത് അധികാരത്തിന് വേണ്ടിയുള്ള കടിപിടിയല്ല, മറിച്ച് നിങ്ങളുടെ പണം കവരുന്ന, നിങ്ങളുടെ പണം കട്ടെടുക്കുന്ന ഒരു വലിയ മാഫിയക്കെതിരെയുള്ള പോരാട്ടമാണ്. ശ്രീലേഖ ഉയർത്തിയ പ്രതിഷേധം നാളെ തിരുവനന്തപുരത്തെ ഓരോ പൊതുമുതലും ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ഉറപ്പുവരുത്തും. CPMന്റെ പരാജയ ഭരണവും അഴിമതിയും ഇവിടെ അവസാനിക്കുകയാണ്. BJPയുടെ നേതൃത്വത്തിൽ സുതാര്യവും ജനക്ഷേമകരവുമായ ഒരു പുതിയ ഭരണം തലസ്ഥാനത്ത് പൂത്തുലയുകയാണ്. അഴിമതിക്കാരെ പടിക്ക് പുറത്താക്കുന്ന ഈ ശുദ്ധീകരണ കലശത്തിന് നമുക്ക് കൈകോർക്കാം. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.